ഒരാളിവിടെ നിൽക്കുന്നത് ബസ് വെയിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോഴെങ്ങാനും ബസ് ഉണ്ടോപ്പാന്നാണ് ആ പെൺകുട്ടി നോക്കുന്നത്. അല്പം ചിന്തിക്കാനുള്ള വകയൊക്കെ ഈ വീഡിയോ തരുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞൂടാ, ഒരല്പം ജീവിതഗന്ധിയായ സ്റ്റോറി എന്നൊക്കെ പറയാം. ഓക്കെ, ആ സ്ഥലം അത്ര വികസിച്ച സ്ഥലമൊന്നുമല്ല, ബസ്സുകൾ വളരെ കുറവാണ് ആ റൂട്ടിൽ. എന്നാലും ഒരു അരമണിക്കൂറിനൊക്കെ ബസ് വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവിടെ മറ്റു ചിലരുണ്ട് ബസ് സ്റ്റോപ്പിൽ. ഞാൻ ആ കുട്ടി വെയിറ്റ് ചെയ്യുന്നത്. കാത്തിരിപ്പിന് ശേഷം ബസ് കിട്ടിയെങ്കിലും ആ ബസ്സിൽ ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത അത്തരത്തിലുള്ള തിരക്കായിരുന്നു. അത്രത്തോളം ആൾക്കാർ. ഒടുവിൽ എങ്ങനെയൊക്കെയോ മറ്റുള്ളവൻ്റെ തള്ളും കുത്തും നമ്മുടെ വക തള്ളും ഒക്കെ കൊണ്ട് ഉള്ളിലേക്ക് എത്തി. ഒരല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ആ കുട്ടി ഒരു സീറ്റ് തരപ്പെടുത്തി. അങ്ങനെ സീറ്റ് കിട്ടി, ആ സീറ്റിലിരുന്നു. എന്നിരുന്നാലും തിരക്കാണെന്നേ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര തിരക്കായിരുന്നു ബസ്സിൽ. ബസ്സിൽ കയറി കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ബസ് കണ്ടക്ടർ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ ബസ് കണ്ടക്ടർ എന്തോ ഈ കുട്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് ടിക്കറ്റ് ചെക്കിങ്ങിനൊന്നും വന്നില്ല. കാരണം അത്രത്തോളം തിരക്കാണ്, കണ്ടക്ടറിന് മൂവ് ചെയ്യാനും പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കുട്ടി ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഇരുന്നിരുന്നത്, അതായിരുന്നു സീറ്റ്. പക്ഷേ കണ്ടക്ടറിന് അവിടെ വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത്രത്തോളം ബസ്സിൽ എന്തുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ആ കുട്ടി ബസ് കണ്ടക്ടറെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അവിടെ ചില ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ബസ്സിൽ. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടാൾക്കാർ ബസ്സിൽ കയറുന്നത്. അവർ ഈ ടിക്കറ്റ് ചെക്കേഴ്സായിരുന്നു. അപ്പോൾ ബസ് കണ്ടക്ടർ നന്നായിട്ട് ജോലി എടുക്കുന്നുണ്ടോ, മറ്റുള്ളവരൊക്കെ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ജോലിയാണ് ഈ പറയുന്ന ബസ് ടിക്കറ്റ് ചെക്കേഴ്സിന്. അപ്പോൾ അവർ വന്ന് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ആ കുട്ടി ക്യാഷ് കൊടുത്തു. അപ്പോഴാണ് അറിഞ്ഞത് അത് കണ്ടക്ടർ അല്ല എന്നുള്ളത്. അപ്പോൾ കയ്യിൽ ക്യാഷും പിടിച്ചിട്ട് ആ കുട്ടി ബസ് കണ്ടക്ടറിന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ കണ്ടക്ടറിന് എന്തായാലും വരാൻ പറ്റുന്നില്ല, എന്തോ ഇങ്ങോട്ടേക്ക് വന്നില്ല. അങ്ങനെ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം ബസ് തൻ്റെ അവസാനത്തെ സ്റ്റോപ്പിനടുത്തു, സിറ്റിയിലേക്ക് പ്രവേശിച്ചു. ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഈ കുട്ടിക്ക് ഒരു കോള് വരുന്നത്. ഒരു അർജൻറ്റ് കോളായിരുന്നു. കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ ടിക്കറ്റ് എടുക്കാത്ത കാര്യം അങ്ങോട്ട് മറന്നുപോയി. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ കുട്ടി പുറത്തിറങ്ങാണ്. പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം അവിടെ നടക്കുന്നത്. കാരണം ഈ ബസ് ടിക്കറ്റ് ചെക്കറിന് ഇവർ ടിക്കറ്റ് എടുത്തില്ല എന്ന് മുമ്പേ കണ്ടിരുന്നല്ലോ. അപ്പോൾ അവർ ഈ കുട്ടി ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബസ് കണ്ടക്ടർ ഒന്ന് കൊടുക്കാനുള്ള ഒരു പണിയുമാണ്. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ബസ് ടിക്കറ്റ് ചെക്ക് ആ കുട്ടി എവിടെയാണോ ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ പിറകെ തന്നെ ഈ ബസ് ടിക്കറ്റ് ചെക്കറും കൂടി വെച്ച് പിടിപ്പിച്ചു. ഒന്ന് കൊടുക്കണമല്ലോ. പക്ഷെ ഇതൊന്നും അറിയാതെ ആ പെൺകുട്ടി ബസ്സിൽ നിന്നിറങ്ങി നേരെ ആ ടൗണിലൂടെ നടക്കുകയാണ്. ആ ടൗണിലൂടെ നടക്കുമ്പോഴാണ് പിന്നീന്ന് ഒരാളുടെ ഒരു വിളി കേൾക്കുന്നത്. പെട്ടെന്ന് ആ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. ആ പെൺകുട്ടി മാത്രമല്ല, ആ ഒരു ടൗണിലും പരിസരത്തുണ്ടായ ആൾക്കാരൊക്കെ നോക്കും. ബസ് ടിക്കറ്റ് ചെക്കറിനെ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അവർ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താ സീനെന്ന് അറിയാത്ത ആൾക്കാർ നോക്കുകയാണ്. പെൺകുട്ടിയും അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി, ഇത് ആരെയാ വിളിക്കുന്നെന്നുള്ള രീതിയിൽ. ഹലോ മാഡം, നിങ്ങളെ തന്നെയാണ്. ആ പെൺകുട്ടി മുമ്പിലോട്ടൊക്കെ നോക്കി. എന്നെ തന്നെയാണോ? എന്നെയാണോ വിളിച്ചത്? ആ, നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്തത്? ആ കുട്ടി ഇങ്ങനെ തിരിച്ചു നോക്കുകയാണ്. ഈ പറയുന്ന ബസ് ടിക്കറ്റ് ചെക്കർ തൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ബസ്സിന് കൊടുക്കാൻ വെച്ച ക്യാഷും തൻ്റെ കയ്യിലാണല്ലോ എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത്. ആ കുട്ടി അങ്ങ് വല്ലാതെയായി. കാരണം ചുറ്റുമുള്ള എത്രയോ ആൾക്കാരൊക്കെ, നൂറുകണക്കിന് ആൾക്കാർ എന്നെ തന്നെ നോക്കുന്നുണ്ട്. കാരണം ഇതൊരു വലിയൊരു ടൗണാണ്. ബസ് ടിക്കറ്റ് ചെക്കറിന് ഒരു കൂസലില്ലായിരുന്നു. ആ പെൺകുട്ടി തൻ്റെ കയ്യിലെ ക്യാഷ് നോക്കുന്നു, എന്നിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. സർ, ഞാനത് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ എനിക്ക് അവസാനത്തിലൊരു കോള് വന്നു, കണ്ടക്ടർ വന്നില്ല. ഞാൻ സാറിന് നേരത്തെ തന്നതാണല്ലോ, കണ്ടക്ടർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ സാർ ക്യാഷ് എടുക്കാത്തത്.
എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ കുട്ടി ഒരു സ്വബോധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. കാരണം ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആ കുട്ടി തന്നെ നോക്കാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത്. അത് ലോകത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു അനുഭവം ആദ്യമായിട്ടായിരിക്കും ഒരു ടിക്കറ്റ് ചെക്കറോലോ കണ്ടക്ടറോ പുറത്തിറങ്ങി വന്ന ഒരാളെ പിടിക്കണത്. ഒരു കള്ളിയെപ്പോലെ അവർ ആ ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്നു. പിന്നെ മെല്ലെ മെല്ലെ കണ്ണിലൊക്കെ വെള്ളം ഒഴുക്കിയിട്ട്. പക്ഷെ ബസ്സിലുള്ള സീന് വേറെയായിരുന്നു. മിക്കവാറും ആൾക്കാരൊക്കെ ഒഴിഞ്ഞുപോയി. ഒരു 10-12 ആൾക്കാർ മാത്രമേ ബസ് നിലവിലുള്ളൂ. അവർ അവസാനത്തെ സ്റ്റോപ്പിന് വേണ്ടി ഇരിക്കുകയാണ്. ടിക്കറ്റ് ചെക്കേഴ്സ് കണ്ടക്ടറെ വിളിച്ചു, ആ പെൺകുട്ടീനെ വിളിച്ചു. എന്നിട്ട് ടിക്കറ്റ് ചെക്കർ കണ്ടക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുന്നില്ല? ആ പെൺകുട്ടി കണ്ണിലേക്ക് ഇങ്ങനെ വെള്ളമായി, എന്ത് പറയണമെന്നറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. സർ, ഞാനത് കയ്യിൽ പിടിച്ചതായിരുന്നു, ഫോൺ കോള് കാരണം നിങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് പോയതാണ്. കുറേ കാലമായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ഒരിക്കലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ചെക്കറിൻ്റെ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ നാട്ടിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ല. കണ്ടക്ടർ ക്യാഷ് ടിക്കറ്റ് വാങ്ങിച്ചില്ല എന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യാനായിരുന്നു കുട്ടീനെ അവർ തിരിച്ചു വിളിച്ചത്. പക്ഷെ ആ കുട്ടി വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം 100 കണക്കിന് ആൾക്കാരാണ്, അറിയുന്നത് അറിയാത്തതായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. താനിപ്പോൾ വലിയൊരു കള്ളിയാണ് ആൾക്കാരുടെ ഇടയിൽ. സത്യമായിട്ടും ആ ഫോൺ കോള് വന്ന കാരണം ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. കണ്ടക്ടറും വന്നിരുന്നില്ല, കയ്യിൽ ക്യാഷ് അതേപടി തന്നെ ഉണ്ട്. പക്ഷെ അതെൻ്റെ കുറ്റമാണോ? ആ കുട്ടി നിന്നിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ടിക്കറ്റ് ചെക്കേഴ്സിനും ബാക്കിയുള്ളവർക്ക് ആൾക്കാർക്കൊക്കെ അവരോട് വല്ലാത്തൊരു വിഷമം തോന്നി. ആ കുട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥയും നിൽപ്പൊക്കെ കണ്ടിട്ടാവണം ഈ ബസ് ടിക്കറ്റ് ചെക്കേഴ്സിനും കണ്ടക്ടേഴ്സിനൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അവരിടക്ക് വന്ന് അവരോടൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ കുട്ടി ഒന്നും മിണ്ടണില്ല. അപ്പോൾ ബസ്സിലുള്ള കുറേ ആൾക്കാർ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഒരാൾ ബസ്സിൽ കയറിപ്പോയി എങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവസാനം തൻ്റെ ബസ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. അവരിറങ്ങി. ബസ് ഇറങ്ങിപ്പോയപ്പോൾ ഇതിനു മുമ്പ് കടന്നുപോയിട്ടുള്ള ബസ്സിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സീൻ കണ്ടിരുന്നു. അവരൊക്കെ ഒരു കുറ്റവാളിനെ പോലെ ആ കുട്ടീനെ ഇങ്ങനെ നോക്കിയിരുന്നു. ആ കുട്ടീൻ്റെ ലൈഫിലും ഇങ്ങനൊരവസ്ഥ ആദ്യമായിട്ടായിരുന്നു. ബസ്സിറങ്ങി ഒരു മൂലക്കിരുന്ന കുട്ടി ഒരുപാട് കരഞ്ഞു. ആ സമയം കൊണ്ട് ഉള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ കഥകളും കഥകളൊക്കെ ആയിട്ട് ഓൾറെഡി വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞിരുന്നു. ആൾക്കാരുടെ ഒരവസ്ഥയെ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെയാണ് ആൾക്കാർ കഥകൾ കാണുന്നത്, വീഡിയോസ് കാണുന്നത്, അത് ജഡ്ജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസം നാടും നാട്ടുകാരും ഈ കുട്ടീനെ ഭരിക്കും. ആ വീഡിയോ ആയിരിക്കും താരമാവാൻ പോകുന്നത്. എന്താല്ലേ, നാട്ടിൽ നടക്കുന്ന എന്ത് സംഭവം അതിൻ്റെ പിറകിൽ എന്താണെന്ന് അറിയാത്ത കുറേ എണ്ണങ്ങളുണ്ട്. അത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് ഇവിടുന്ന് മാറി മാറി വലിച്ചെറിഞ്ഞ് വൃത്തികേടുകൾ പോലെ. എത്ര പെട്ടെന്നാണ് ഒരാളുടെ ജീവിതം കാൽമേൽ മറിഞ്ഞത്. ഒരു അരമണിക്കൂർ മുമ്പ് ആ കുട്ടി വിചാരിച്ചിരുന്നില്ല താനിങ്ങനെ വൈറലാവാൻ പോകുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെയാണ് ലൈഫ്. ഇന്നത്തെ ലൈഫ് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളും ഓരോരുത്തരും അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരിക്കുന്നു. കണ്ടതും കേട്ടതും നമ്മൾ വീഡിയോ എടുത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് കാണിക്കലല്ല നടക്കുക. അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിൽ ഒതുങ്ങേണ്ടത് നമ്മളിൽ മാത്രം ഒതുങ്ങി തീർക്കുക വേണ്ടത്. അല്ല നാട്ടുകാരെയും വീട്ടുകാരെയും കാണിച്ച് നടക്കലല്ല ഈ സോഷ്യൽ മീഡിയ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരിക്കുന്നു, കാണിക്കണം.